ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജിനെല്ലയുടെ റൈസോഫോറിനെ പറ്റി പഠിക്കാം. അപ്പോൾ റൈസോഫോർ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റെംസിൽ നിന്ന് എറൈസ് ചെയ്യുന്ന, അതായത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ലീഫ്ലെസ് ആയിട്ടുള്ള ബ്രാഞ്ചസിനെയാണ് റൈസോഫോർസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റൈസോഫോർസിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ലോങ് ആയിരിക്കും, സിലിണ്ട്രിക്കൽ ആയിരിക്കും, അൺബ്രാഞ്ചഡ് ആയിരിക്കും. അപ്പം മിക്കപ്പോഴും അതൊരു സപ്പോർട്ടിംഗ് പ്രോപ്പ് ലൈക്ക് മെറ്റീരിയൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, കളർലെസ്സും ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് റൈസോഫോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മനസ്സിലായോ? അപ്പോൾ റൈസോഫോർസ് എല്ലാ സ്പീഷീസിലും കാണില്ല, സെലാജിനെല്ലയുടെ ചില സ്പീഷീസിൽ മാത്രമേ കാണുകയുള്ളൂ. മിക്കപ്പോഴും ഹെട്രോഫില്ലസ് ജനീറയിലായിരിക്കും ഈ റൈസോഫോർസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി റൈസോഫോർസ് സ്റ്റെമ്മിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അടിഭാഗത്ത് നിന്നാണ്, ലോവർ സൈഡിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മാത്രമല്ല, എവിടെയാണോ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് സംഭവിക്കുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും താഴേക്ക് വളരുന്നത്. അപ്പോൾ ഈ റൈസോഫോറ് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും വളരുന്നത്, റൂട്ട്സ് പോലെ. ഇനി മിക്ക റൈസോഫോറിൻ്റെയും ടിപ്പ് മോസ്റ്റ് പോർഷനിൽ അഡ്വൻറ്റേഷ്യസ് റൂട്ട്സും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ചില കണ്ടീഷൻസിൽ, ചില സ്പീഷീസിലെ റൈസോഫോറിൽ ലീവ്സും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതൊരു ഷൂട്ടായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റൈസോഫോറിൻ്റെ ഡീറ്റെയിൽസ്. ഇനി റൈസോഫോറിൻ്റെ മോർഫോളജിക്കൽ നേച്ചറിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ആക്ച്വലി റൈസോഫോർ എന്താണ്, അതൊരു റൂട്ടാണോ അതോ ഒരു സ്റ്റെം ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിബേറ്റ് ഇപ്പോഴും ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. എങ്കിൽ തന്നെയും ചില സയൻറ്റിസ്റ്റുമാർ ഇതിൽ സ്റ്റഡി ചെയ്തിട്ട് ഒരുപാട് പ്രബന്ധങ്ങൾ, ഹൈപ്പോത്തസിസ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 ഹൈപ്പോത്തസിസിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. ആ ഹൈപ്പോത്തസിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്: ക്യാപ്ലെസ് റൂട്ട് ഹൈപ്പോത്തസിസ്, ലീഫ്ലെസ് ഷൂട്ട് ഹൈപ്പോത്തസിസ് ആൻഡ് ലാസ്റ്റ് വൺ സ്യൂ ജെനറിക് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ക്യാപ്ലെസ് റൂട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോത്തസിസ് വഴി സ്ഥാപിക്കുന്നത് റൈസോഫോർ ഒരു റൂട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ക്യാപ്ലെസ് റൂട്ട്, അതായത് റൂട്ടിനകത്തുള്ള റീജിയൻസിൽ റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പ് മോസ്റ്റ് പോർഷനാണ് റൂട്ട് ക്യാപ്പ്, അല്ലേ? ഇവിടെ റൈസോഫോറിൽ റൂട്ട് ക്യാപ്പ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ റൂട്ട് ക്യാപ്പ് ഇല്ലാത്ത ഒരു റൂട്ടാണ് റൈസോഫോർ എന്നാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് വഴി കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺഫർമേഷനിലെത്തിയത് ഈ 4 പോയിന്റ്സ് വെച്ചിട്ടാണ്. ഫസ്റ്റ് പോയിന്റ്, ഒരു റൂട്ട് വളരുന്നത് പോലെ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിട്ടാണ് റൈസോഫോറും വളരുന്നത്. അതായത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടാണ് റൈസോഫോർ വളരുന്നത്. റൂട്ട്സും അങ്ങനെയല്ലേ വളരുന്നത്. അപ്പോൾ അതൊരു റൂട്ടിൻ്റെ നേച്ചറാണ്, അല്ലേ? രണ്ടാമത്തെ നേച്ചർ, റൂട്ട് പോലെ തന്നെ ഈ റൈസോഫോറിൽ ലീവ്സ് വളരുന്നില്ല, ലീഫ്ലെസ് ആണ്. അപ്പോൾ അത് റൂട്ടിൻ്റെ ഒരു നേച്ചറാണ് കാണിക്കുന്നത്. മൂന്നാമത്തത് അനാറ്റമിയിലുള്ള സിമിലാരിറ്റി. അപ്പോൾ റൂട്ടിൻ്റെ അനാറ്റമി പോലെ തന്നെയാണ് റൈസോഫോറിൻ്റെ അനാറ്റമിയും ഇരിക്കുന്നത്. നാലാമത്തത്, ചില പ്ലാന്റ്സിലെ പോളിസ്റ്റീലിക് സ്റ്റെംസിൽ നിന്ന് ഇതുപോലത്തെ മോണോസ്റ്റീലിക് റൈസോഫോർസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ, ടാക്സോണമി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റെയർ കേസസ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം സ്റ്റെമ്മിൽ നിന്ന് ഇതുപോലത്തെ റൈസോഫോർസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട്. അപ്പം ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? സ്റ്റെമ്മിൽ നിന്നാണ് റൈസോഫോർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വലിയൊരു അതിശയമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള 3 ക്യാരക്ടേഴ്സും റൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഇതൊരു റൂട്ടാണെന്നാണ് ഈ ഒരു തിയറി പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്യാപ്ലെസ് റൂട്ട് ഹൈപ്പോത്തസിസ്. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈപ്പോത്തസിസിലേക്ക് പോകാം, ലീഫ്ലെസ് ഷൂട്ട് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് വഴി പറയുന്നത് റൈസോഫോറ ഒരു ലീഫ്ലെസ് ആയിട്ടുള്ള സ്റ്റെം ആണെന്നാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 4 റീസൺസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് ഹെയർസ് ആർ ആബ്സെന്റ് ഇൻ റൈസോഫോർ ആസ് ഇൻ സ്റ്റെം. അപ്പോൾ സ്റ്റെമ്മിലെ പോലെ തന്നെ ഇവിടെ റൂട്ട് ക്യാപ്പും ഇല്ല, റൂട്ട് ഹെയർസും ഇല്ല. അപ്പോൾ അതൊരു സ്റ്റെമ്മിൻ്റെ ഫീച്ചറാണ് കാണിക്കുന്നത്, അല്ലേ? രണ്ടാമത്തത്, റൈസോഫോർ എറൈസസ് എക്സോജീനിയസ്ലി വെറസ് റൂട്ട്സ് എറൈസ് എൻഡോജീനിയസ്ലി. ഇപ്പോൾ റൂട്ട്സ് എപ്പോഴും എൻഡോജീനിയസ് ആയിട്ടാണ് എറൈസ് ചെയ്യുന്നത്. അതേസമയം റൈസോഫോർ എക്സോജീനിയസ് ആയിട്ടാണ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റൂട്ടിൻ്റെ ഒരു സിമിലാരിറ്റി അല്ല കാണിക്കുന്നത് റൈസോഫോർ, അല്ലേ? അപ്പോൾ അത് രണ്ടാമത്തെ ക്യാരക്ടർ. മൂന്നാമത്തെ ക്യാരക്ടർ, റൈസോഫോർ ഗ്രോസ് ബൈ മീൻസ് ഓഫ് എ സിംഗിൾ ആംഗിൾ മെറിസ്റ്റം പ്രസന്റ് അറ്റ് ബ്രാഞ്ചിങ്
എ ഫീച്ചർ ഓഫ് ഷൂട്ട്. അപ്പോൾ ഷൂട്ടിൻ്റെ ഒരു ഫീച്ചർ റൈസോഫോർ ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ്? ഒരു സിംഗിൾ ആംഗിൾ മെറിസ്റ്റത്തിൽ നിന്നാണ് റൈസോഫോർ ഗ്രോ ചെയ്യുന്നത്. അതും ഗ്രോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചസിൽ നിന്നാണ് ഗ്രോ ചെയ്യുന്നത്. ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്ങിൽ നിന്നല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഷൂട്ടിൻ്റെ ഫീച്ചറാണ്. ഒരു സിംഗിൾ ആംഗിൾ മെറിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഷൂട്ടിൻ്റെ ഫീച്ചറാണ്, ക്യാരക്ടറാണ്. ഇനി നാലാമത്തെ ക്യാരക്ടർ, റൈസോഫോർ ക്യാൻ ഡെവലപ്പ് ടു എ ലീഫി സ്റ്റെം അണ്ടർ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലീവ്സും ഡെവലപ്പ് ചെയ്യാറുണ്ട് റൈസോഫോറിൽ നിന്ന്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റെംസിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ ഹൈപ്പോത്തസിസ് എന്താണ് പറയുന്നത്? ലീഫ്ലെസ് ഷൂട്ട് ഹൈപ്പോത്തസിസ് പറയുന്നത് റൈസോഫോർ എന്ന് പറയുന്നത് ഒരു ഷൂട്ടാണ് എന്നാണ്. ഇനി മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് ആണ് സ്യൂ ജെനിറിസ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തസിസ്, റൈസോഫോർ ഓഫ് സെലാജിനെല്ല ഈസ് ആൻ ഓർഗൻ, ദാറ്റ് ഈസ് സ്യൂ ജെനറിസ്. അപ്പോൾ സ്യൂ ജെനറിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഓർഗൻ എന്നാണ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഒരു ഓർഗനാണ് സ്റ്റെം, റൂട്ട് പോലെ തന്നെ മറ്റൊരു യുണീക്ക് ആയിട്ടുള്ള ഓർഗനാണ് റൈസോഫോർ എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഓർഗൻ എന്ന് പറഞ്ഞാൽ യുണീക്കാണ്, മറ്റുള്ള പ്ലാന്റ് ഓർഗൻസിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു ഓർഗനാണ്. ഇത് മറ്റൊരു പ്ലാന്റിലും കാണാത്ത ഒരു ഓർഗനാണ്. അപ്പം നമുക്ക് ഈ ഒരു ഓർഗനെ റൂട്ടായിട്ടോ ഷൂട്ടായിട്ടോ ഉപമിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണിത്. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റീവ്സ് ആൻഡ് സുസെക്സ് ദാറ്റ് റൈസോഫോർ ഈസ് ഓൾമോസ്റ്റ് റൂട്ട് ലൈക്ക്. അപ്പോൾ എങ്കിൽ തന്നെയും 2 സയൻറ്റിസ്റ്റുമാർ അവരുടെ തിയറീസ് വഴി പറയുന്നത് റൈസോഫോർ എന്ന് പറയുന്നത് റൂട്ടുമായിട്ടാണ് കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ദാൻ ഷൂട്ട്. It functions as an additional root which provides mechanical support to the weak stem. അപ്പം വീക്ക് ആയിട്ടുള്ള സ്റ്റെംസിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ റൂട്ട്സ് ആണ് ഈ റൈസോഫോർ എന്നാണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് 3 ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റു പോർഷൻസ് പഠിക്കാം. എനിവേ, താങ്ക്സ് അലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻസ്.